ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയിപ്പോ CA സാർ ഒരു കാര്യം ചെയ്യും, ജയിലിൽ കിടക്കുന്ന ചന്ദ്രശേഖരനോട് വിളിച്ചു പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് ബെഞ്ചമിൻ ജോലി പൂർത്തിയാക്കുന്നു. ശരി. ഏട്ടത്തെ കുളി കഴിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും എല്ലാവരും ഊണുമേശക്കരികിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ വെച്ച് നമുക്കിത് പൊളിക്കാം. നീ ഏട്ടത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാ മതി. ചെറിയമ്മേ, മാല കഴുത്തിലുണ്ടെന്നത് സത്യമാണെങ്കിലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അതെന്തു പറ്റി? അല്ല, എല്ലാം നന്മ കണ്ടുപിടിച്ച മുതലുകളല്ലേ, എപ്പോഴാ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യാന്ന് ആർക്കറിയാം. നമ്മളെ വിട്ടുകൊടുക്കാതിരുന്നാ പോരെ. നീ നോക്കിക്കോ കൽപ്പനെ, പെരും കള്ളന്റെ കുടുംബം എന്ന ആക്ഷേപം കേട്ടിട്ടെ ദേവനാരായണ തിരുമേനി ഇന്നിവിടുന്ന് ഇറങ്ങും. ഈ വരുന്നയാള് ചെറുപ്പമാണ്. എന്ത് പറ്റി? എക്സ്പീരിയൻസ് നോക്കാനാ? അല്ല, ഈ പ്രൊഫഷണൽ കില്ലേഴ്സ് എന്നൊക്കെ പറയുമ്പോ ചിലരെയൊക്കെ കണ്ടാ നമുക്ക് പേടിയാവുമല്ലോ. അതൊക്കെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ട് നമുക്കങ്ങനെ തോന്നിപ്പോകുന്നല്ലേ. എടോ, മുംബൈയിലും ഡൽഹിയിലും ഒക്കെ നല്ല ഷാർപ്പ് ഷൂട്ടർമാരുണ്ട്, റിയൽ പ്രൊഫഷണൽ കില്ലേഴ്സ്. അവരെ നമ്മൾ നേരിട്ട് കണ്ട സിനിമാ താരങ്ങളാണെന്ന് നമ്മൾ സംശയിച്ചു പോകും. അപ്പോ ആള് നല്ല സ്റ്റൈലിഷ് ആണല്ലേ? താനൊന്ന് കണ്ടു നോക്ക്. ഇത് ഗൗതം. ഹായ്. കണിമംഗലം ചന്ദ്രശേഖരന്റെ മകൻ. കണിമംഗലത്ത് സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ പോയിട്ട് പരാജയപ്പെട്ടു പോയ ആൾ, ഇപ്പൊ തൊഴിൽരഹിതൻ അല്ലേ? സത്യത്തിൽ ഇത് നിങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടതേ ഉള്ളൂ. പിന്നെ അതിന്റെ മെനക്കേട് ഓർത്തിട്ടാ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല ഞാൻ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലേ? സോറി CI, ഇങ്ങനൊരു കാര്യം ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ബെഞ്ചമിൻ, ഞാനൊരു സ്ഥലത്ത് ഒരു കാര്യത്തിന് ഇറങ്ങണമെങ്കിൽ അത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. അതർവൈസ് വേറൊരു വാടക ഗുണ്ടയാവാനേ എനിക്ക് താല്പര്യമില്ല. ഐ ആം റിയലി സോറി. ബെഞ്ചമിൻ, ഈ ഗൗതം ആർത്ഥത്തിൽ പറഞ്ഞല്ല. ഇവരെ പോലുള്ള ചെറുപ്പക്കാര്, അതായത് ഇവരുടെ തറവാടുണ്ടല്ലോ കണിമംഗലം, പണ്ടെങ്ങോ ഇത്തിരി രാജരക്തം ഞരമ്പിലോടിയതിന്റെ ഒരഹങ്കാരം ഉണ്ടാവും. തമ്പുരാക്കന്മാരെ കൽപ്പിക്കുന്നത് പോലെയൊക്കെ കൽപ്പിക്കാൻ ഉള്ളിലൊരു ഫയർ ഉണ്ടാവും അവർക്ക്. പക്ഷേ പഴയ തമ്പുരാക്കന്മാരുടെ വാളുകൾക്കൊന്നും മൂർച്ചയില്ല. ഇപ്പോ പുതിയ ആയുധങ്ങളുടെ കാലം. അത് ഈ പാവത്തിന് മനസ്സിലാവാതെ പോയി. ബെഞ്ചമിൻ, താൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇത് തന്നെ കൊണ്ടേ കഴിയൂ. യുവർ ടാർഗറ്റ്.
രാധിക. കണിമംഗലം വരുണിന്റെ ഭാര്യ. ആറ്റുവാശ്ശേരി ദേവനാരായണന്റെ വളർത്തുമകൾ. അമ്മ യശോദ, അനുജത്തി പ്രിയങ്ക. വീട്ടിലെ മറ്റൊരംഗം മുത്തശ്ശി സുകുമാരി. നന്മയുള്ളവൾ കൃഷ്ണഭക്ത. റൈറ്റ്? താൻ ഞെട്ടിച്ചു കളഞ്ഞല്ലോ ബെഞ്ചമിൻ. എങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ? എന്റെ സാറേ, ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴേ കൃത്യമായ സ്കെച്ച് ഉണ്ടാവും ഞങ്ങളുടെ കയ്യിൽ. നിങ്ങൾ ഫീസ് ചെയ്യുന്നതിനും അപ്പുറത്ത് നിങ്ങൾ ഇന്നലെ രാധികയുടെ ഫോട്ടോ എന്നെ ഏൽപ്പിക്കുന്നതും അവൾ എന്റെ ടാർഗറ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ അവളെ കണ്ടു. റിയലി? യെസ്. സീ ദിസ്. ഇന്നലെ എന്റെ കൈയൊന്ന് മുറിഞ്ഞു. ആ മുറിവ് വച്ച് കെട്ടിയത് ദാ ഈ കർച്ചീഫും ഉണ്ടാ. ഇത് വരുണിന്റെ കർച്ചീഫ. ഇതെന്റെ കയ്യിൽ കെട്ടി തന്നത് രാധികയാ. നിങ്ങൾ കാര്യമായിട്ടാണ് ഈ പറയുന്നത്? എന്റെ ടാർഗറ്റുകള് ഞാനാണ് ഫിക്സ് ചെയ്യുന്നത്. സോ കരാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് എനിക്ക് മുഴുവൻ ഡീറ്റെയിൽസും വേണമായിരുന്നു. ഇനിയിപ്പോ CA സാർ ഒരു കാര്യം ചെയ്യും. ജയിലിൽ കിടക്കുന്ന ചന്ദ്രശേഖരനോട് വിളിച്ചു പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് ബെഞ്ചമിൻ ജോലി പൂർത്തിയാക്കുമെന്ന്. ശരി. യൂതം, എങ്ങനെയുണ്ട് ബെഞ്ചമിൻ? എന്റെ കണക്ക് കൂട്ടൽ മൊത്തം അയാളെ തെറ്റിച്ചു. ദാറ്റ്സ് ബെഞ്ചമിൻ. ഇനി തനിക്കും തന്റെ അച്ഛനും സുഖമായി ഉറങ്ങാം. രാധികയിനെ ബെഞ്ചമിന് കൊല്ലാനുള്ള ഇര മാത്രം.